മലയാളം സീസൺ 6 കണ്ടസ്റ്റന്റ് ആയ ജാസ്മിൻ ജാഫറിന്റെ ഇപ്പോൾ അതായത് എൻഗേജ്മെന്റ് ഉറപ്പിച്ചു വെച്ചിട്ടാണ് ജാസ്മിൻ പോയത്. അപ്പോൾ ജാസ്മിന്റെ വുഡ് ബി എന്ന് പറഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞ അതായത് ഇത്രയും നാളും 7 മാസം റിലേഷൻഷിപ്പിലായിരുന്നു എന്നിട്ടാണ് പോയത് എന്ന് പറഞ്ഞ അഫ്സലിന്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇന്ന് പുറത്തു വന്നിരുന്നു. അഫ്സൽ തന്നെ അത്രയും അടുത്തിട്ടാണ് അത് നിൽക്കുന്നുണ്ടായിരുന്നത്. അഫ്സലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി സ്റ്റോറി ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് അഫ്സൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാലും അതായത് പുറത്തേക്ക് ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളും വന്നതിനുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ തരുന്നത് എന്ന് പറഞ്ഞിട്ടും അഫ്സലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത്. അതായത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് പുറത്തുനിന്ന് നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പും കാര്യങ്ങളും ആയിരുന്നു. അത് കൂടാതെ ജാസ്മിൻ ബിഗ് ബോസിൽ പോയ ശേഷം കാണിക്കുന്ന പ്രവൃത്തികളൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു പാർട്ട്ണർ ആണെന്ന് കരുതി അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് കരുതിയിട്ട് സ്ട്രാറ്റജി എന്ന പേരിൽ കാണിക്കുന്ന പേക്കൂത്തുകളൊന്നും എനിക്ക് ഓക്കെ ആക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഇതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ഇവൻ പറയുന്നത്. അതായത് അഫ്സൽ പറയുന്നത് ഒരു പാവം ആണെന്ന് തോന്നി. ഇന്നലെ വോയിസ് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അഫ്സൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് അഫ്സൽ പറയുന്ന വേറൊരു കാര്യമാണ്. അതായത് എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. അതുകൂടാതെ എനിക്ക് അത്രയും പ്രോമിസും കാര്യങ്ങളും തന്നിട്ടാണ് അവൾ പോയത്. അത്രയും കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് അവൾ പോയത്. നല്ല രീതിയിൽ തിരിച്ചു വരുന്നു പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന ശേഷം അവളുടെ സ്വഭാവം മൊത്തത്തിൽ മാറി. അവൾ എന്നെയും കൂടി അതിൻ്റെ അകത്തേക്ക് ഡ്രാഗ് ചെയ്ത് എൻ്റെ പേര് ബിഗ് ബോസിൽ അവിടെ അവൾ പറഞ്ഞു. അതിന് ശേഷം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. അതുപോലെ അഫ്സൽ പറഞ്ഞൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവളെ കണ്ട് നേരിട്ട് ഫേസ് ടു ഫേസ് അതായത് ഇത് ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്തിട്ടാകുമ്പം എന്താണോ ഇനി ചെയ്യാനുള്ളത്, അതായത് നല്ല രീതിയിൽ അത് എൻഡ് ചെയ്യാനാണെങ്കിൽ എൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്താണോ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യും എന്ന് തന്നെയാണ് അഫ്സൽ പറഞ്ഞിരിക്കുന്നത്. അഫ്സൽ ചിലപ്പോൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ തന്നെയാണ് ചാൻസ്. കാരണം ഒരിക്കലും ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഗബ്രിയുടെ കൂടെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ. അത് അഫ്സൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഗബ്രിയുടെ കൂടെ അവിടെ നിന്ന് കാണിക്കണ ഒന്നും സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിന്റെ വീട്ടുകാരടക്കം അത്രയും ഫ്രസ്ട്രേഷനിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അത്രയും ബാക്കിയുള്ളവരുടെ മുൻപിൽ തരം താഴ്ന്ന രീതിയിലേക്ക് ജാസ്മിൻ സ്വന്തം മാതാപിതാക്കളെ പോലും കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അത് അഫ്സൽ തന്നെ പറയുന്നുണ്ട്. അവരുടെ ഭാഗവും ഓക്കെ അല്ല, പക്ഷെ അവർക്കത് വന്നിട്ട് പറയാൻ പറ്റില്ല. സ്വന്തം മോളായതുകൊണ്ട് തന്നെ അവർക്ക് പറയാൻ പറ്റില്ല. അവർ അത്രയും നാണം കെട്ടിട്ടാണ് നിൽക്കണതെന്ന് തന്നെ പറയാം. അത്രയും മോശം രീതിയിലാണ് പറയുന്നത്. അതുപോലെ അഫ്സൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അവിടെ ഇപ്പം അവൾ കാണിച്ചു കൂടുന്ന ഗെയിമിനെയും കാര്യങ്ങളെയും ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ഇവൾ ഈ ബൗണ്ടറി വെക്കാതെ, അതായത് എല്ലാ ഫ്രണ്ട്ഷിപ്പിനും ഓരോരോ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനായാലും ഒരു ബൗണ്ടറി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് വെക്കണം. അത് വെക്കാത്ത രീതിയിലാണ് അവളിപ്പോൾ പെരുമാറുന്നത്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ അഫ്സൽ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷനും എൻ്റെ ആങ്കർ അല്ലെങ്കിൽ ദേഷ്യവും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ ആ റിലേഷൻഷിപ്പിനെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. ഇതൊന്നും പബ്ലിക്കിലേക്ക് ഇട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ എൻ്റെ നെയിം ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു പാവം മനുഷ്യൻ. കാരണം അത്രയും സഫർ ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടുകാരാണെങ്കിൽ അത്രയും സഫർ ചെയ്യുന്നുണ്ട് തന്നെ പറയാം. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരെന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഇത്രയും പറഞ്ഞിട്ട് ഇന്നലെ തന്നെ ജാസ്മിൻ കാണിച്ച ഒരു കാര്യം അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജാസ്മിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത്രയും ജാസ്മിന്റെ അച്ഛൻ പറഞ്ഞിട്ട് പോലും ഒരു മാറ്റം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇതിൻ്റെ അകത്തുനിന്ന്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട.